കമൽഹാസൻ്റെ ഇനി അടുത്തതായി റിലീസിനെത്തുന്ന ചിത്രമാണല്ലോ ഇന്ത്യൻ 2 എന്ന ചിത്രം. നിലവിൽ ഷൂട്ട് കഴിഞ്ഞ ഈ സിനിമ ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ ചിത്രം മെയ് റിലീസായി എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മലയാളത്തിൽ ഇപ്പോഴത്തെ വമ്പൻ വിജയത്തോടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണല്ലോ പ്രേമലു എന്ന ചിത്രം. സിനിമ ഇപ്പോഴത്തെ തെലുങ്കിലേക്ക് പോകുന്നു. സിനിമയുടെ തെലുങ്ക് റൈറ്റ്സ് എല്ലാം ഇപ്പോഴത്തെ രാജമൗലിയുടെ മകനാണ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. സിനിമ മാർച്ച് മാസം 8-ാം തീയതി ആയിരിക്കും അവിടെ റിലീസിനെത്തുക എന്നാണ് അറിയാൻ കഴിയുന്നത്. രജനിയുടെ അടുത്തതായി വരാനിരിക്കുന്ന ചിത്രമാണല്ലോ ജയിലർ 2 എന്ന ചിത്രം. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് വർക്കെല്ലാം ഇപ്പോൾ ആരംഭിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ സിനിമയിൽ ഒരു പ്രധാന വേഷത്തിലെത്തിയ മിർണയാണ് ഇപ്പോൾ ഈ ഇന്റർവ്യൂവിൽ തന്നെ ഇപ്പോൾ ഇത് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഉടൻ തന്നെ ഈ സിനിമയുടെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇളയരാജയുടെ ഒരു ബയോപിക് ചിത്രം വരുമെന്ന് നേരത്തെ റിപ്പോർട്ടുകളെല്ലാം വന്നിരുന്നു. അതിൽ ധനുഷ് ആയിരിക്കും നായകനായി എത്തുക എന്നായിരുന്നു കുറച്ചു മുമ്പേ വന്ന റിപ്പോർട്ടുകൾ. ഇപ്പോഴത്തെ ഈ സിനിമ സംവിധാനം ചെയ്യുക ഇപ്പോഴത്തെ ക്യാപ്റ്റൻ മില്ലർ, സാനി കായിദം എന്ന സിനിമയ്ക്ക് ശേഷം അരുൺ മതേശ്വരൻ ആയിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വിജയ് ചിത്രം ദ ഗോട്ട് എന്ന സിനിമയുടെ മ്യൂസിക് റൈറ്റ്സ് ഇപ്പോൾ ടി സീരീസ് വമ്പൻ റെക്കോർഡ് തുക സ്വന്തമാക്കിയിരിക്കുകയാണ്. 28 കോടിയോളമാണ് ഈ സിനിമയുടെ മ്യൂസിക് റൈറ്റ്സ് സ്വന്തമാക്കിയെന്നാണ് അറിയാൻ കഴിയുന്നത്. രാംചരൺ ശങ്കർ കൂട്ടുകെട്ടിൽ വരുന്ന ചിത്രമാണല്ലോ ഗെയിം ചേഞ്ചർ എന്ന ചിത്രം. സിനിമയുടെ റിലീസ് ഇപ്പോഴത്തെ സെപ്റ്റംബർ മാസം അല്ലെങ്കിൽ ഒക്ടോബറിൽ ഗാന്ധി ജയന്തിയുടെ അന്നോ റിലീസ് ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയ്ക്ക് ശേഷം ചിദംബരത്തിന്റെ അടുത്തൊരു ചിത്രം വരുന്നു. ആസിഫ് അലി ആയിരിക്കും ഈ സിനിമയിൽ നായകനായി എത്തുക എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റൂമറുകൾ. സിനിമ ഒരു ത്രില്ലർ ഫിലിമും കൂടിയായിരിക്കും. ദാദ് എന്ന സിനിമയ്ക്ക് ശേഷം സംവിധായകൻ ഗണേഷ് കെ ബാബുവിന്റെ അടുത്ത ചിത്രം വരുന്നതായ റിപ്പോർട്ടുകൾ. സിനിമയിൽ ശിവകാർത്തികനായിരിക്കും ഇനി നായകനായി എത്തുക എന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമയുടെ ഡിസ്കഷൻ വർക്കുകളെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കോമ്പിൽ ഒരു സിനിമ ഉടൻ തന്നെ പ്രതീക്ഷിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ജയം രവിയുടെ വരാനിരിക്കുന്ന പ്രതീക്ഷയുള്ള ചിത്രമാണല്ലോ തനിയൊരുവൻ 2 എന്ന ചിത്രം. സിനിമയുടെ പൂജ ഇപ്പോഴത്തെ ചെന്നൈയിൽ വെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. സിനിമയുടെ ഷൂട്ടെല്ലാം ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എസ് ജെ സൂര്യ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ ഇപ്പോഴത്തെ വരുന്നു. സിനിമയിൽ നായികയായി ഇപ്പോഴത്തെ പ്രിയഭവാനി ശങ്കർ ആയിരിക്കും എത്തുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ചിത്രം ഒരു റോംകോം സ്പൈ ത്രില്ലർ ഫിലിം ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഭീഷ്മയ്ക്ക് ശേഷം അമൽനീത് സംവിധാനം ചെയ്യുന്ന ചിത്രമാണല്ലോ കുഞ്ചാക്കോബൻ നായകനാവുന്ന ചിത്രം. സിനിമയെക്കുറിച്ച് വേറെ അപ്ഡേറ്റ് ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും ഇപ്പോഴത്തെ ഈ സിനിമയുടെ ഷൂട്ടെല്ലാം കംപ്ലീറ്റ് ആണ് അറിയാൻ കഴിയുന്നത്. സുഷിൻ ശ്യാമാണ് സിനിമയ്ക്ക് മ്യൂസിക് എല്ലാം ചെയ്യുന്നത്. ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ ഈ സിനിമയുടെ കൂടുതൽ അപ്ഡേഷൻസ് എല്ലാം പ്രതീക്ഷിക്കാം. മമ്മൂട്ടി നായകനാക്കി സംവിധായകൻ കൃഷാന്ത് സംവിധാനം ചെയ്യുന്നൊരു ടൈം ട്രാവൽ സിനിമ വരുമെന്ന് നേരത്തെ എല്ലാം റൂമറുകളെല്ലാം വന്നിരുന്നു. ഇപ്പോഴത്തെ ഈ സിനിമയുടെ ഷൂട്ട് ഈ വർഷം തന്നെ പകുതിയിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു പക്ഷേ ജൂലൈയിലായിരിക്കും ഈ സിനിമയുടെ ഷൂട്ടെല്ലാം ആരംഭിക്കുക എന്നാണ് ഇപ്പോൾ പുറത്തിരുന്ന റിപ്പോർട്ടുകൾ. മോഹൻലാൽ നായകനാവുന്ന ജിത്തു ജോസഫ് ചിത്രമാണല്ലോ റാം എന്ന ചിത്രം. ഈ സിനിമ 2 പാർട്ടുകളായി വരുന്നൊരു ചിത്രം കൂടിയാണ്. ഇപ്പോഴത്തെ ഈ സിനിമയുടെ ഫസ്റ്റ് പാർട്ടിൻ്റെ ഷൂട്ടിന് 10 ദിവസത്തോളം ഉണ്ടാകുമെന്ന് അറിയാൻ കഴിയുന്നത്. രണ്ടാം ഭാഗത്തിൻ്റെ ഷൂട്ട് 42 ദിവസത്തോളം ഉണ്ടാവും. സിനിമയുടെ ഷൂട്ട് ജൂണിൽ തന്നെ ഇനി ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമ ഓണം റിലീസായിട്ടാണ് ടീം പ്ലാൻ ചെയ്യുന്നത്. സൂര്യ നായകനാക്കി രവികുമാർ സംവിധാനം ചെയ്യുന്ന സൂര്യയുടെ അടുത്ത ചിത്രമാണല്ലോ സൂര്യ 44 എന്ന ചിത്രം. സിനിമയുടെ ഷൂട്ട് ഇപ്പോഴത്തെ ഏപ്രിൽ മാസം തന്നെ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു പക്ഷേ ഈ സിനിമ നിർമ്മിക്കുക ഡ്രീം മാറ്റർ പിക്ചേഴ്സും കൂടിയായിരിക്കും. ലാൽസലം എന്ന സിനിമയ്ക്ക് ശേഷം ഐശ്വര്യ രജനീകാന്തിൻ്റെ അടുത്ത ചിത്രം വരുന്നതായ റിപ്പോർട്ടുകൾ. സിനിമയിൽ സിദ്ധാർത്ഥ ആയിരിക്കും നായകനായി എത്തുക എന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടാതെ തന്നെ സിനിമയ്ക്ക് മ്യൂസിക് എല്ലാം ചെയ്യുക റഹ്മാൻ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഉണ്ണിമൂന്ന് നായകനാവുന്ന ചിത്രമാണല്ലോ മാർക്കോ എന്ന ചിത്രം. ഹനീഫ് അദാനി സംവിധാനം ചെയ്യുന്ന ഈ സിനിമ ഇപ്പോഴത്തെ ഏപ്രിൽ മാസം തുടങ്ങാൻ പോകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഉണ്ണിമോഹൻ്റെ വരാനിരിക്കുന്ന സിനിമകളിൽ വലിയൊരു ഹൈപ്പോടെ വരുന്ന ഒരു ചിത്രം കൂടിയായിരിക്കും ഇത്. വിജയ് ചിത്രം ഗില്ലി സിനിമയുടെ റിലീസ് ഒരുങ്ങുന്നു. ചിത്രം ഏപ്രിൽ 16-ാം തീയതി റിലീസ് ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടാതെ തന്നെ ഈ സിനിമയുടെ നിർമ്മാതാവ് തന്നെ ഈ സിനിമ റിലീസ് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത്. ശിവകാർത്തികൻ നായകനാവുന്ന അടുത്ത ചിത്രമാണ് SK-23 എന്ന ചിത്രം. സിനിമയിൽ ഇപ്പോഴത്തെ വില്ലൻ വേഷത്തിൽ കിങ് ഓഫ് കൊത്ത സർപ്പട്ടെ പരമ്പര എന്ന സിനിമയിലെല്ലാം പ്രധാന വേഷത്തിലെത്തിയ ഷബീർ ഉണ്ടായേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമ ഒരു ബിഗ് ബഡ്ജറ്റ് സ്പൈ ത്രില്ലർ ചിത്രവും കൂടിയാണ്. നിലവിൽ സിനിമയുടെ ഷൂട്ട് ഇപ്പോഴത്തെ ചെന്നൈയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സൂര്യ നായകനാവുന്ന പുതിയ ചിത്രമാണല്ലോ സൂര്യ 43 എന്ന ചിത്രം. സിനിമയുടെ ഷൂട്ട് ഇപ്പോഴത്തെ തുടങ്ങുന്നു. മാർച്ച് മാസം പകുതിയിലായിരിക്കും സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്നതെന്ന് അറിയാൻ കഴിയുന്നത്. ഈ സിനിമയുടെ മേജർ ലൊക്കേഷൻ എന്ന് പറയുന്നത് മധുരൈ, തൃച്ചി, ചിദംബരം, ഹരിയാന എന്നീ സ്ഥലങ്ങളിലും കൂടിയായിരിക്കും. ഫഹദ് ഫാസിലിന്റെ ആവേശം സിനിമയുടെ മ്യൂസിക് റൈറ്റ്സ് എല്ലാം ഇപ്പോഴത്തെ തിങ് മ്യൂസിക് വമ്പൻ റെക്കോർഡ് തുക സ്വന്തമാക്കിയിരിക്കുകയാണ്. അവർ തന്നെ ഇപ്പോഴത്തെ ഒഫീഷ്യലായി തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. സുഷിൻ ഷാ മ്യൂസിക് ചെയ്യുന്ന ഈ സിനിമയിൽ 3 ഗാനങ്ങളായിരിക്കും ഉണ്ടാവുക. അതിൽ ഈ 3 ഗാനങ്ങൾ ആലപിക്കുക ഒന്ന് ശ്രീനാഥ് ബാസിയും, ഒന്ന് ദാബ്സിയും, അതുപോലെ മലയാളി മങ്കിയും കൂടിയായിരിക്കും.